എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ബി.ജെ.പിക്ക് തുടർഭരണം പ്രവചിക്കുമ്പോൾ മൂന്നാം മോദി സർക്കാരിനുള്ള ഒരുക്കങ്ങളിലാണ് ബി.ജെ.പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം മുതൽ പ്രകടിപ്പിച്ച ആത്മവിശ്വാസമാണ് അവസാനം വരെയും ബി.ജെ.പി വെച്ചു പുലർത്തുന്നത്. അതേസമയം 400 സീറ്റെന്ന അവകാശവാദത്തിന് തൊട്ടരികെ എങ്കിലും ബി.ജെ.പി എത്തുമെന്നാണ് അവരുടെ നിഗമനം. മറുവശത്തെ എക്സിറ്റ് പോളുകളെ അമ്പേ തള്ളുന്ന പ്രതിപക്ഷ നിരയെയാണ് കണ്ടത്. എക്സിറ്റ് പോളുകളിൽ നിരാശരാകാതെ വോട്ടെണ്ണൽ ദിനത്തിൽ പ്രതീക്ഷയും ജാഗ്രതയും പുലർത്താനാണ് നേതാക്കൾ അണികൾക്ക് നൽകിയ നിർദ്ദേശം. കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അവസാന നിമിഷം സംസ്ഥാന ഘടകങ്ങളുമായി സംസാരിച്ച് എത്ര സീറ്റിൽ വിജയിക്കാൻ സാധിക്കുമെന്ന കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് ഹൈക്കമാൻഡ് ഓൺലൈനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നേതാക്കൾ സംസ്ഥാന വിലയിരുത്തൽ നടത്തിയത്. കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന, UP, പഞ്ചാബ്, ജാർഖണ്ഡ്, അസം, ഹിമാചൽ, ബീഹാർ, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ലക്ഷ്യമിട്ട വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. 100 സീറ്റുകളിൽ ജയം ഉറപ്പിക്കാമെന്നും ഏതാനും സീറ്റുകളിൽ ശക്തമായ മത്സരമുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ പൊതുവായ കണക്കുകൂട്ടൽ. സംസ്ഥാന ഘടകങ്ങൾ നൽകിയ ഈ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ടുതന്നെ വോട്ടെണ്ണൽ ദിനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നും അവർ കണക്കുകൂട്ടുന്നു. ബി.ജെ.പിയിലെ പ്രശ്നങ്ങളും ഇന്ത്യ സഖ്യത്തിലെ ഐക്യവും അസമിൽ 7 സീറ്റ് വരെ നൽകാമെന്നാണ് അസം ഘടകം അറിയിച്ചത്. 9 സീറ്റ് വരെ സർവേകൾ തന്നെ പഞ്ചാബിൽ കോൺഗ്രസിന് പറഞ്ഞിട്ടുണ്ട്. അതിലും അധികമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നേതൃത്വം അറിയിച്ചു. 4-ൽ 2 നേട്ടമുണ്ടാക്കുമെന്ന് ഹിമാചൽ മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു യോഗത്തെ അറിയിച്ചു. കർണാടകയിൽ 3-ൽ 2 സീറ്റുകളാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉറപ്പു നൽകിയിരിക്കുന്നത്. ബീഹാറിൽ 7 പ്രതീക്ഷ. ഇന്ത്യ സഖ്യത്തിന് 20-ഉം. ജാർഖണ്ഡിൽ സഖ്യത്തിന് 810 സീറ്റ് വരെ പ്രതീക്ഷിക്കാമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ഠാക്കൂർ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 16 സീറ്റ് വരെ PCC അധ്യക്ഷൻ നാനാ പട്ടോള യോഗത്തെ അറിയിച്ചു. രാജസ്ഥാനിൽ 12 സീറ്റ് വരെയാണ് പ്രതീക്ഷ. കടുത്ത മത്സരമുള്ള സീറ്റുകളുണ്ടെന്ന് ഗുജറാത്ത് ഘടകവും അറിയിച്ചു. മെച്ചപ്പെട്ട പ്രകടനമാകും UPയിലെന്ന് സംസ്ഥാന അധ്യക്ഷൻ അജയ് റായിയും യോഗത്തിൽ പറഞ്ഞു. അദ്ഭുത വിജയമാണ് ഹരിയാനയിലെ കോൺഗ്രസ് പറയുന്നത്. അതേസമയം എക്സിറ്റ് പോളുകൾ ഏകപക്ഷീയമാണെന്നും നാളെ വോട്ടെണ്ണലിൽ ജാഗ്രത ഉറപ്പാക്കണമെന്ന ഹൈക്കമാൻഡ് സംസ്ഥാന ഘടകങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളുമായും സംസ്ഥാന അധ്യക്ഷന്മാരടക്കം മുതിർന്ന നേതാക്കളുടെയും വെർച്വൽ യോഗം വിളിച്ചാണ് നിർദ്ദേശം നൽകിയത്. ഓരോ സംസ്ഥാനത്തും സ്വീകരിച്ച തയ്യാറെടുപ്പുകളെക്കുറിച്ചും നേതാക്കൾ ചോദിച്ചറിഞ്ഞു. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ കൂടി വന്നതോടെ ബി.ജെ.പി ക്യാമ്പിൽ ഇരട്ടി ആവേശം. ഒറ്റയ്ക്ക് തന്നെ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന എക്സിറ്റ് പോൾ ഫലം തന്നെയാണ് പാർട്ടിയും വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയാകട്ടെ ഭരണകാര്യങ്ങളിൽ കൂടുതൽ ഇടപെട്ട് മൂന്നാം ഊഴത്തിലെ കാര്യങ്ങളിലേക്ക് ചർച്ച നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. സഖ്യകക്ഷികളുടെ പ്രകടനം കൂടിയാകുമ്പോൾ വലിയ മുന്നേറ്റം ബി.ജെ.പി ക്യാമ്പ് കരുതുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ കക്ഷികളെ ഒപ്പം ചേർക്കാനോ അവരുമായി ചർച്ചകൾ തുടങ്ങിവെക്കാനോ ഉള്ള നീക്കങ്ങൾ തൽക്കാലം പാർട്ടി തുടങ്ങിയിട്ടില്ല. കന്യാകുമാരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ മോദി പാർട്ടി ചർച്ചകളേക്കാൾ ഉദ്യോഗസ്ഥരും മറ്റുമായുള്ള യോഗങ്ങൾക്കാണ് ഇന്നലെ സമയം ചെലവിട്ടത്. അതിനിടെ ബി.ജെ.പിയുടെ പ്രധാന സഖ്യകക്ഷിയായ JDU അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ ഇന്നലെ ഡൽഹിയിലെത്തി. തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞു മാത്രമേ നിതീഷ് മടങ്ങൂവെന്നാണ് സൂചന. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്നാണ് വിവരം. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.